അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ള വിദ്യാർത്ഥികളെ, മദ്രസ 8ാം ക്ലാസ്സിലെ ഫിഖ്ഹിലെ 10ാമത്തെ പാഠഭാഗം അത്തസ്ബീതു വത്തൽഖീനു എന്ന പാഠഭാഗമാണ് ഇൻഷാ അല്ലാഹ് ഇന്ന് നമുക്ക് നോക്കാനുള്ളത്. ഇതിലെ എക്സാം ഓറിയന്റഡ് ആയിട്ട് വരുന്ന ചില പോയിന്റുകൾ മാത്രമാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇൻഷാ അല്ലാഹ് ഇത് നിങ്ങൾക്ക് ഉപകരിക്കും എന്ന് വിശ്വസിക്കുന്നു. എക്സാമിന് മുന്നോടിയായിട്ട് പഠനം തുടങ്ങിയ ആളുകൾക്ക് ഉപകരിക്കുന്ന ഒരു വീഡിയോ മാത്രമാണ്. വളരെ കുറഞ്ഞ മിനിറ്റിനുള്ളിൽ മാത്രം ഒതുങ്ങുന്ന ഒരു വീഡിയോ ആണ് ഇൻഷാ അല്ലാഹ്. അപ്പോൾ നമുക്ക് നേരെ പാഠഭാഗത്തിലേക്ക് കിടക്കാം. തസ്ബീത്ത്, തൽഖീൻ രണ്ടും ഒരു വ്യക്തി മരിച്ച് അദ്ദേഹത്തെ മറവ് ചെയ്തതിന് ശേഷം നടക്കുന്ന കർമ്മങ്ങളാണ്. തസ്ബീത്ത് എന്ന് പറഞ്ഞാൽ മയ്യത്തിന് വേണ്ടി ദുആ ചെയ്യലാണ്. മയ്യത്തിനെ മറവ് ചെയ്തതിന് ശേഷം മയ്യത്തിൻ്റെ ഖബറിൻ്റെ അരികിൽ ഒരു സംഘം ആളുകൾ കൂടി നിന്ന് അദ്ദേഹത്തിന് വേണ്ടി തസ്ബീത്തിനെ ചോദിക്കൽ പ്രത്യേകം സുന്നത്താണ്. തസ്ബീത്തിൻ്റെ ഹുക്കം എന്താണെന്ന് ചോദിച്ചാൽ സുന്നത്താണ്. ഓക്കെ, എന്താണ് തസ്ബീത്ത്? മയ്യത്തിനെ മറവ് ചെയ്തതിന് ശേഷം സ്വാഭാവികമായിട്ടും ഖബറിൽ മയ്യത്ത് ചോദ്യം ചെയ്യപ്പെടും. മുങ്കർ നക്കീർ അലൈഹിസ്സലാം ചോദ്യങ്ങൾ ചോദിക്കും. ആ ചോദിക്കുന്ന സമയത്ത് പതറാതെ ചോദ്യങ്ങൾക്ക് മറുപടി പറയാനുള്ള ശേഷി ഉണ്ടാകാൻ അള്ളാഹുവിനോട് പ്രത്യേകം ദുആ ചെയ്യലാണ്. മയ്യത്തിന് വേണ്ടി ദുആ ചെയ്യലാണ്. അതുപോലെ തന്നെ അദ്ദേഹത്തിന് വേണ്ടി പൊറുക്കലിനെ ചോദിച്ചുകൊണ്ടും ദുആ ചെയ്യുക എന്നുള്ളതാണ് തസ്ബീത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത് പ്രത്യേകം സുന്നത്താണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു വ്യക്തി മരിച്ച് മറവ് ചെയ്തതിന് ശേഷം എല്ലാവരും പിരിഞ്ഞു പോയാൽ നബി അവിടെ നിൽക്കുമായിരുന്നു. എന്നിട്ട് ഒപ്പമുള്ള സ്വഹാബാക്കളോട് വരാൻ വേണ്ടി ആവശ്യപ്പെടുകയും ഈ സഹോദരന് വേണ്ടി നിങ്ങൾ പൊറുക്കലിനെ ചോദിക്കൂ, അദ്ദേഹത്തിൻ്റെ പാപമോചനത്തിന് വേണ്ടി നിങ്ങൾ ദുആ ചെയ്യൂ, അതുപോലെ അദ്ദേഹത്തിൻ്റെ തസ്ബീത്തിന് വേണ്ടി നിങ്ങൾ ദുആ ചെയ്യൂ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആവശ്യപ്പെടാറുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ തസ്ബീത്ത് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് മനസ്സിലായി. അതിൻ്റെ ഹുക്മ് സുന്നത്താണ്. ഓക്കെ, അതെപ്പോഴാണ് ചെയ്യേണ്ടത്? മയ്യത്തെ മറവ് ചെയ്തതിന് ശേഷം, ബഅദ ദഫ്നിൽ മയ്യിത്തി, ആ ഫസ്റ്റ് വരിയിൽ തന്നെ അത് കാണാവുന്നതാണ്. ഇനി രണ്ടാമത്തേതാണ് തൽഖീൻ. തൽഖീൻ എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക ദുആ, ഒരു ദിക്ർ, അത് ചൊല്ലിക്കൊടുക്കലാണ്. അഥവാ മയ്യത്തിനെ മറവ് ചെയ്തതിന് ശേഷം മയ്യത്തിൻ്റെ മുഖത്തിനോട് അഭിമുഖമായി ഇരുന്നു കൊണ്ട് അത് ആ മയ്യത്തിന് വേണ്ടി കണ്ട് പ്രത്യേകമായിട്ട് ദുആ ചെയ്യലാണ്. അതിന് പ്രത്യേക ഒരു ദിക്ർ തന്നെ ഉണ്ട്. അത് താഴെ കൊടുത്തിട്ടുണ്ട്. യാ അബ്ദല്ലാഹ് ഇബ്ന അമത്തില്ലാ وذكر العهد الذي خرجت عليه من الدنيا شهادة أن لا إله إلا الله وحده لا شريك له وأن محمد رسول الله وأن الجنة حق وأن النار حق وأن البعث حق وأن الساعة آتية لا ريب فيها وأن الله يبعث من في القبور وأنك رضيت بالله ربا وبالإسلام دينا وبمحمد صلى الله عليه وسلم نبيا وبالقرآن إماما وبالكعبة قبلة وبالمؤمنين إخوانا ربي الله لا إله إلا هو عليه توكلت وهو رب العرش العظيم എന്ന ആ ദിക്ർ ഈ മയ്യത്തിൻ്റെ അരികിൽ ഇരുന്നുകൊണ്ട് ചൊല്ലിക്കൊടുക്കലാണ്. അതിനാണ് തൽഖീൻ, ചൊല്ലിക്കൊടുക്കുക എന്നാണ് ആ